ഇറാനും ഇസ്രായേലും ആക്രമണ പ്രത്യാക്രമണങ്ങൾ പുനരാരംഭിച്ചതോടെ ഗൾഫ് മേഖല വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി ഒഴിവാക്കണമെന്ന ട്രംപിന്റെ പരസ്യ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ യമനിലെ ഹൂത്തികൾ അനുമതി നിഷേധിച്ചിരിക്കുന്നു. ആക്രമണത്തിന് പിന്നാലെ എണ്ണവില കുതിച്ചുയർന്നു. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം എങ്ങനെയാണ്? ഏറ്റവും ഒടുവിലായി ഇസ്രായേലിലേക്കാണോ ഇറാനിലേക്കാണോ ആക്രമണമായാലും പ്രത്യാക്രമണമായാലും നടന്നിരിക്കുന്നത്? രണ്ട് രാജ്യങ്ങളിലെയും നാശനഷ്ടങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ ആക്രമണം ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചർച്ചകൾ നിലവിൽ എയറിലുണ്ടോ? സൈഫുദ്ദീന് വ്യാപകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് തെഹ്റാനിലും ഇസ്ഫഹാനിലും രണ്ട് ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ആ നഗരങ്ങൾക്ക് നേരെ ആക്രമണം നടന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. തെഹ്റാനിൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിന് സമീപത്താണ് സ്ഫോടനം നടന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGCയുടെ ഏറ്റവും അവസാനം പുറത്തിറക്കിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തബിലിസ് ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. 2 വട്ടമാണ് ഇസ്രായേലിന് നേർക്ക് നിരന്തരമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തങ്ങളുടെ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയും തങ്ങൾക്കെതിരെ നീക്കം വരികയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ബെയ്റൂത്തിന് നേരെ ആക്രമണം നടക്കുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. സൈഫ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമാധാന നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിച്ചിട്ടില്ല. ഇനി ട്രംപ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനവും പ്രഖ്യാപനവും നടത്തേണ്ടത്. കാരണം ഇന്നലെ തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ടെലിഫോണിൽ വളരെ പരുക്കൻ ഭാഷയിൽ തന്നെ ട്രംപ് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്ന ഒരു ഘട്ടത്തിൽ, കാരണം യമനിലെ ഹൂത്തികൾ കൂടി യുദ്ധത്തിലേക്ക് പ്രത്യക്ഷമായിട്ടുള്ള പങ്കാളിത്തം കൈക്കൊള്ളാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ ഒരു സമാധാന പദ്ധതി, സമാധാന ചർച്ചകൾ പൂർണ്ണമായിട്ട് വഴിമുട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മേഖലയിൽ ഒരു യുദ്ധഭീതി വളരെ വലിയ തോതിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഏതർത്ഥത്തിലുള്ള നീക്കം നടത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ സമാധാന നീക്കം വിജയിക്കുമോ, അതല്ല കൂടുതൽ വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമാവുക. സൈഫുദ്ദീൻ.